വെൽക്കം ബാക്ക് സ്നേഹാസ്നി. ഇപ്പോൾ കുറേ ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ ഇടണമെന്ന് പറഞ്ഞാൽ തിരക്ക് കാരണം ഇടാനും പറ്റിയില്ല. അത് ഡ്യൂട്ടി അങ്ങനത്തെ ആയിട്ട് അങ്ങനെയൊന്നും ഇടാൻ പറ്റിയില്ല. സോ ഞാൻ പോണ്ടിച്ചേരി പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗായിരുന്നു ഞാനിപ്പോൾ ഇടുന്നത്. പോയിട്ടൊരു 2 ആഴ്ചയൊക്കെ ആയി. അന്ന് വീഡിയോ ഒക്കെ എടുത്തു, പക്ഷേ ഇപ്പോഴാണ് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടിയത്. അപ്പോൾ നേരെ അമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അമ്മ അവിടെ നിന്നാണ് വണ്ടിയിൽ നിന്ന് കയറുന്നത്. കസിൻസ് എല്ലാവരും ഉണ്ട്. എന്താണ് പോണ്ടിച്ചേരി, എന്തിനാണ് പോകുന്നത്, അത് വിശേഷം പറയാം. എൻ്റെ മമ്മിയുടെ ആൻറ്റിയുടെ മോൻ കല്യാണം കഴിഞ്ഞിരുന്നു, പോണ്ടിച്ചേരിയായിരുന്നു ഉണ്ട്. അപ്പം കല്യാണം കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞു. അപ്പോൾ തിരിച്ച് നമ്മൾ അങ്ങോട്ടേക്ക് മറുവീട് പറയുമല്ലോ, അങ്ങനെ പോകാൻ വേണ്ടിയാണ് മങ്ങി ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ രാത്രി 9 മണിയൊക്കെ ആയിട്ട് തിരിച്ചായി. നമ്മളൊരു കഴിഞ്ഞ മാസം ഈ മാസം ഫെബ്രുവരി 14-ാം തീയതി എന്നാണ് പോയത്. 13 തിരിച്ച് കസിൻസ് എല്ലാവരും ബാക്കിലേക്കായിരുന്നു. എന്താ പറയുക, ഒരു ജോളി ടൈപ്പ് നമ്മൾ എൻജോയ്മെൻ്റ് ആയിരുന്നു ഫുള്ളും. അതെല്ലാം കഴിഞ്ഞു. പിറ്റേന്ന് അന്ന് രാത്രി ഫ്ലോറൊക്കെ ആയിരുന്നു. പിന്നെ രാവിലെ എണീറ്റു. എനിക്ക് നോക്കിയപ്പോൾ അതാ പോണ്ടിച്ചേരി എത്തി. എന്നൊരു സൺലൈറ്റ് ഒന്ന് ആസ്വദിക്കാൻ വിചാരിച്ചു. അങ്ങനെ സൺലൈറ്റും കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. പിന്നെ എല്ലാവരും കണ്ട് ഇത് ചെയ്യേണ്ട എല്ലാവരും ഉണ്ട്. ഭയങ്കര ചിൽ മൊമെൻ്റ് ആയിരുന്നു അവിടുത്തെ സ്ഥലങ്ങൾ. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നു. പിന്നെ ഞങ്ങൾ സ്ഥലമൊക്കെ എത്തി, ഒന്ന് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു റെഡിയാകാൻ പറഞ്ഞു. ഞങ്ങൾ കുളിച്ചൊന്ന് സെറ്റായി പൂവൊക്കെ വെച്ച് കാരണം ഞാൻ സ്മൂത്തിയ ശേഷം അങ്ങനെ പൂവൊന്നും വയ്ക്കാറില്ല. അങ്ങനെ പൂവൊക്കെ വെച്ച് ഇവിടുത്തെ ഒരു മെയിനാണല്ലോ പൂവൊക്കെ വയ്ക്കണം. അതുകൊണ്ട് ഞാൻ പൂവൊക്കെ വെച്ചു നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കുറച്ച് ഉള്ളിലോട്ടാണ് സ്ഥലം. എന്തായാലും നല്ല സ്ഥലമാണ്, നല്ല ഗ്രാമം ഗ്രാമം. ഇങ്ങനത്തെ സ്ഥലം നിൽക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നമ്മൾ ഈ സ്വപ്നക്കൂട് സിനിമയില്ല, അതൊക്കെ മെയിൻ അങ്ങോട്ടാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതെന്തായാലും കാണണം. ഒരാഴ്ചയൊക്കെ അവിടെ ഇനി വരുമ്പോൾ ഒരാഴ്ച നിന്നിട്ട് സ്ഥലം എല്ലാം കവർ ചെയ്യണം. എന്താ കണ്ടേ പറ്റുള്ളൂ. അതെല്ലാം നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യും യൂട്യൂബിലൂടെ. എന്തായാലും കാണണം. സോ ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഇവിടെ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് ഞങ്ങളുടെ വീട്, 2ാമത്തെ വീടാണ്. ഞങ്ങളിങ്ങനെ ഫാമിലിയായിട്ട് ഞങ്ങൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ചേച്ചിയും ചേട്ടനും. ചിറ്റിയും കൊച്ചനാണ്. ചിറ്റി വിളിക്കാൻ പറഞ്ഞത്, പക്ഷെ ഞാൻ വിളിക്കുന്നില്ല. ഞാൻ അക്ക എന്ന് എപ്പോഴും വിളിക്കും. അക്ക അല്ലെങ്കിൽ ചേച്ചി ഞാൻ വിളിക്കുന്നത് എപ്പോഴും. ഒന്നും മലയാളത്തിൽ വിളിക്കുകയും തമിഴിൽ വിളിക്കും. ഇതാണ് അക്കയുടെ വല്യമ്മ. തൊട്ട് ബാക്കിൽ നിൽക്കുന്നത് അനിയത്തി. ഒരു മെയിൻ ഇതാണ് പൂക്കൾ. നമ്മൾ വന്നതുകൊണ്ട് കുറേ പൂക്കൾ തലയിൽ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജമന്തി അങ്ങനെ കുറേ പൂക്കൾ കുറേയൊക്കെ ഇട്ടായിരുന്നു പൂക്ക. വലിയ സ്നേഹമാണ്, നല്ല സ്നേഹം. വന്നുകൊണ്ട് ഞങ്ങളുടെ അമ്മയെ കണ്ടില്ല, നല്ല സ്നേഹമാണ്. നിൽക്കാനൊക്കെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയ ചടങ്ങുണ്ട്, വലിയവർ തമ്മിലൊക്കെ അങ്ങനെ ചടങ്ങ് അങ്ങനെ കുറേ ഇവിടെ നല്ല ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ സംസാരിക്കുകയും തമിഴ് എനിക്ക് അധികം അറിയത്തില്ല, എന്തായാലും മനസ്സിലാവും. പക്ഷെ പറയാൻ അധികമൊന്നും അത്ര എനിക്ക് ആയിട്ടില്ല. പക്ഷെ എന്തായാലും കുഴപ്പമില്ല, എങ്ങനെയൊക്കെ സംസാരിക്കും തട്ടിമുട്ടി പോലെ. എന്തായാലും സംസാരിക്കണേ നല്ല. ഇപ്പം ഞാൻ ഹിന്ദിയൊക്കെ 1-2 മാസമൊക്കെ ഞാൻ എങ്ങനെയൊക്കെ തട്ടിമുട്ടിയിരുന്നു. പിന്നെ ഹിന്ദിക്ക് തറവായില്ല. അതേപോലെ തമിഴും ആവും, അതായിരിക്കും. പിന്നെ കണ്ടില്ല എല്ലാവരും. ഇതാണ് അമ്മാമ്മ ഇത് ഇട്ട് കൊടുക്കുകയാണ്. അമ്മയുടെ അമ്മയാണിത്. ഇട്ട ശേഷം ഞങ്ങളെല്ലാവരും ഇതിന്ന് വെറുതെ അങ്ങ് സോഫയിലിരുന്ന് ചുമ്മാ ജസ്റ്റ് സംസാരിച്ച് അങ്ങനെ ഇരുന്ന്. പിന്നെ ആഹാരം കഴിക്കാൻ വിളിച്ചായിരുന്നു. സ്വീറ്റ്സൊക്കെ കഴിച്ചിട്ട് ചിക്കൻ ബിരിയാണി ആയിരുന്നു. ചിക്കനുണ്ട്, ഫിഷുണ്ട്, ഫിഷ് വറുത്തുണ്ട്, സലാഡുണ്ട്, മുട്ടയുണ്ട്. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ട അടിപൊളി ഫുഡാണ്. ഇതെല്ലാം കഴിച്ചു. ആ ഫുഡോടെ കഴിച്ച് പിന്നെ കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പുറത്തിറങ്ങി. ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു. ഞാനും നടന്നു പോകുമായിരുന്നു. നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് കാണാനാ. ഇനി നമ്മളിനി അക്കയുടെ വല്യമ്മയുടെ വീട് കുറച്ച് അങ്ങോട്ടാണ്. അപ്പോൾ അവരുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ നടന്നു പോകുന്നത്. അപ്പം കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ വണ്ടി അവിടെയാണ് ഒതുക്കിയിട്ടിരിക്കുന്നത്, നമ്മൾ വന്ന വണ്ടി പോകണം. അതെല്ലാം അങ്ങനെ അവരുടെ വീടെല്ലാം പോയ ശേഷം തിരിച്ചൊന്ന് റൂമിൽ വന്ന് ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്യണം. തിരിച്ച് നമുക്ക് എന്തായാലും
നമ്മുടെ നാട്ടിലോട്ട് പോകണം. സോ ഇതെല്ലാം ചേഞ്ച് ചെയ്യണം. ഫുള്ളും ടയേർഡായിരുന്നു. നല്ല വെയിലായിരുന്നു, അമ്മാതിരി വെയിലായിരുന്നു. നല്ല ടാനൊക്കെ അടിച്ച് അതെല്ലാം ഫ്രഷാകും. അപ്പം ഫ്രഷായിട്ട് വരാം. ഫ്രഷായി ഞങ്ങൾ ഒരു 5 മണിയൊക്കെ തിരിച്ചായിരുന്നു. ഞങ്ങൾ 5-6 മണിയൊക്കെ തിരിച്ചു. അപ്പം എല്ലാവരും കയറിയാൻ നോക്കാം. പിന്നെ അപ്പോഴേക്കും പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ വലിയൊരു മാർക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മാർക്കറ്റിലൊക്കെ നിർത്തിയായിരുന്നു. അവിടെയും സാധനങ്ങൾ വാങ്ങിച്ച ശേഷം അങ്ങനെ നല്ലൊരു ചിൽ മൊമെൻ്റ് ആയിരുന്നു. ഞങ്ങൾ വീഡിയോസ് അനിയത്തി ആയാലും നമ്മളെല്ലാവരും ചേച്ചിമാരായിരുന്നു ഒരു സെറ്റ്. അങ്ങനെ പിന്നെ അവർ സിനിമ ഇട്ട് ആലപ്പുഴ ജിംഖാന, അപ്പോൾ അതവർ കണ്ടുപിടിക്കുമായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ നിർത്തിയായിരുന്നു. ഞങ്ങളന്ന് ദോശയും ബീഫ് കറിയായിരുന്നു നമ്മൾ വാങ്ങിച്ചത്. അതായിരുന്നു ഞങ്ങൾ ദോശയും ബീഫ് കറിയൊക്കെ കഴിക്കുമായിരുന്നു. അത് ചെറിയ വീഡിയോ കണ്ടില്ലേ. ഇത് ഫുള്ള് ടയേർഡായിരുന്നു. കണ്ടത് അനിയത്തി. അങ്ങനെ ദോശയും ബീഫും ഉണ്ട്. മട്ടൺ എനിക്ക് ഇഷ്ടമില്ല, മട്ടൺ ഞാൻ തൊട്ടില്ല. അതെല്ലാം കഴിച്ച് വീണ്ടും ഐസ്ക്രീം കുടിച്ചായിരുന്നു. ഐസ്ക്രീമെല്ലാം കുടിച്ചു. പിന്നെ എന്ത് ചെയ്ത് ഞങ്ങൾ സിനിമ കാണാൻ വേണ്ടി ഇരുന്നു. അങ്ങനെ ലോക സിനിമ ഇട്ട് എല്ലാം കണ്ട സിനിമകൾ തന്നെ പിന്നെ കാണുമ്പോൾ ഒരു രസം. അങ്ങനെ സിനിമയും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതായിരുന്നു എൻ്റെ വിശേഷം. ഒരുപാട് എന്താ പറയുക, നല്ല നല്ല മൊമെൻറ്റ്സ് ആയിരുന്നു പോയത്. കണ്ടില്ലേ, എനിക്ക് ഈ ഒരു സീൻ ഭയങ്കര ഇഷ്ടമാണ്. അവൾ കയറി വരുന്നത് കല്യാണി. ഞാൻ അതുങ്ങളങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഉറങ്ങി, എപ്പോഴോ ഉറങ്ങി, കണ്ടുകൊണ്ട് ഇന്ന് ഉറങ്ങിപ്പോയി. അവൾ അങ്ങനെ വീടൊക്കെ എത്തി, പിറ്റേന്ന് വീടൊക്കെ എത്തി രാവിലെ. ഇതായിരുന്നു എൻ്റെ ഈ വ്ളോഗ്. ഇന്ന് കുറച്ചൊക്കെ എടുത്തോടെ, കൂടുതൽ അധികമൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം എന്താ പറയുക, ഇനി ഞാൻ എന്തായാലും പോണ്ടിച്ചേരി പോകുമ്പം നല്ല ലോങ് വീഡിയോ എടുക്കണം. നിങ്ങൾ ഓരോന്ന് ഞാൻ കാണിക്കും. ഓരോരോ സ്ഥലത്തും ഓരോരോ വിശേഷം എല്ലാം ഞാൻ അന്നന്ന് ഇടുമായിരിക്കും. പോകുമ്പോൾ നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യും. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കാതെ. ബൈ ബൈ.